തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ച് റീസെൻസറിങ്ങിന് പോകുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. എമ്പുരാനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. റിലീസിംഗ് തീയതി മുതൽ തുടങ്ങിയ ഡീഗ്രേഡിംഗ് സിനിമ എന്നതിലപ്പുറം അതിലെ രാഷ്ട്രീയത്തെ കൂടി കടന്നാക്രമിച്ചിരിക്കുന്നു. എമ്പുരാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രിയെ അടക്കം കുറ്റപ്പെടുത്തിയതാണ് വിവാദങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. കേരള സ്റ്റോറി എന്ന ചിത്രം പുറത്തിറങ്ങിയപ്പോൾ അതിലെ പ്രമേയം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിൽ സിനിമയെ സിനിമയായി കണ്ടുകൂടെ എന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മുറവിളി കൂട്ടിയവരാണ് എമ്പുരാൻ എന്ന പൃഥ്വിരാജ് ചിത്രത്തിനെതിരെ വാളുയർത്തുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണമുണ്ടായിട്ടും മോഹൻലാൽ പോകാതിരുന്നത് ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഘപരിവാർ സംഘടനകളാണ്. ആടുജീവിതത്തിന്റെ ചിത്രീകരണ സമയത്ത് ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജ് അവിടെ ആരുമായെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷിക്കാനാണ് സംഘപരിവാറിന്റെ പുതിയ ആവശ്യം. ഈ പോക്ക് പോയാൽ ഈ സിനിമ വീണ്ടും സെൻസറിങ്ങിന് വിധേയമാക്കുമോ എന്നായിരുന്നു ആരാധകരുടെ ഭയം. ചിത്രം സെൻസറിങ് ചെയ്യാനുള്ള തീരുമാനമായി എന്നാണ് വിവരം. ചിത്രത്തിന്റെ 17 ഭാഗങ്ങൾ കട്ട് ചെയ്തു മാറ്റും. കൂടാതെ ED അന്വേഷണവും പുറകെയുണ്ട്. അതുകൊണ്ട് ചിത്രം കാണാത്തവർ വേഗം തന്നെ തിയേറ്ററുകളിലേക്ക് എത്താനാണ് സാധ്യത.